എന്റെ ചോദ്യം ഇതാണ്, യുടിഐ ലാർജ് ക്യാപ് ഫണ്ടിന്റെ കാര്യത്തിൽ നിങ്ങളുടെ സ്ട്രാറ്റജിയെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? ഈ ബിസിനസ്സുകൾ കണ്ടെത്താനും സ്വന്തമാക്കാനും നിങ്ങൾ വ്യത്യസ്തമായി എന്താണ് ചെയ്യുന്നത്? യു.ടി.ഐ ലാർജ് ക്യാപ് ഫണ്ടിന്റെ മുഖ്യ ആശയം കമ്പനിയുടെ മത്സരാധിഷ്ഠിത ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ സ്ഥിരമായ മത്സര നേട്ടമാണ്. ലാർജ് ക്യാപ് യൂണിവേഴ്സിലോ അല്ലെങ്കിൽ മുൻനിര 100 കമ്പനികളിലോ ഉൾപ്പെടുന്ന ഓരോ സെക്ടറിലും കമ്പനികളുടെ മത്സരാധിഷ്ഠിത ശക്തി നാം വിലയിരുത്തുന്നു. മുൻനിരയിലുള്ള 100 കമ്പനികൾക്ക് പുറമേയും ഞങ്ങൾക്ക് ചില എക്സ്പോഷറുകൾ ഉണ്ട്, കാരണം മാൻഡേറ്റ് പ്രകാരം കുറഞ്ഞത് 80% നിക്ഷേപം ടോപ്പ് 100 കമ്പനികളിലായിരിക്കണം. അതേസമയം കുറച്ചളവിൽ മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് കമ്പനികളിലും നിക്ഷേപിക്കാൻ ഞങ്ങൾക്ക് അനുമതിയുണ്ട്. ലാർജ്, മിഡ്, സ്മോൾ തുടങ്ങിയ എല്ലാ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും സമീപനം സമാനമാണ്. ഏതെങ്കിലും തരത്തിൽ വ്യക്തമായതോ അദൃശ്യമോ ആയ മത്സരാധിഷ്ഠിത നേട്ടം ഉള്ള കമ്പനികളെ തിരിച്ചറിയുക എന്നതാണ് ആശയം. അവ ഒരു ബ്രാൻഡോ വിതരണ ശൃംഖലയോ ഒന്നിലധികം മത്സരാധിഷ്ഠിത നേട്ടങ്ങളോ ആയിക്കൊള്ളട്ടെ, ഇവയൊക്കെ എതിരാളികളേക്കാൾ മികച്ച മൂല്യം സൃഷ്ടിക്കാൻ അവരെ സഹായിക്കുന്നു. അതുകൊണ്ടാണ് അവരുടെ ബാലൻസ് ഷീറ്റുകൾ വളരെ മികച്ചതായിരിക്കുന്നത്, അവരുടെ റിട്ടേൺ അനുപാതങ്ങൾ മികച്ചതാണ്, കൂടാതെ അവർ മൊത്തത്തിൽ ആർ.ഒ.സി പാരാമീറ്ററുകളിലും മികച്ച സ്കോർ നേടുന്നു. അതാണ് പ്രധാന കാര്യം. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് നോക്കാം. അത് മത്സരാധിഷ്ഠിത നേട്ടത്തെക്കുറിച്ചാണ്. മത്സരാധിഷ്ഠിത നേട്ടങ്ങൾ പ്രത്യക്ഷത്തിൽ കാണാകുന്നതോ അദേഷ്യമോ ആയിക്കൊള്ളട്ടെ, ഉപഭോക്തൃ കമ്പനികൾ ഉപഭോക്താവിനോട് ബന്ധപ്പെടുന്നത് ബ്രാൻഡിലൂടെയാണ്. ഓർമ്മയിൽ നിൽക്കുന്നതാണ് അവരെ മാർക്കറ്റ് ഷെയർ നിലനിർത്താനും അതിലുപരി മാർക്കറ്റ് ഷെയർ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതുതായി പ്രവേശിക്കുന്നവർ നേരിടുന്ന വെല്ലുവിളികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിലവിലുള്ള കമ്പനികൾക്ക് അത് ഒരു മത്സര നേട്ടമാണ്. അതുപോലെ ചില കമ്പനികൾക്ക് അല്ലെങ്കിൽ അവരുടെ പാരന്റ് കമ്പനികൾക്ക് രാജ്യാന്തര തലത്തിലുള്ള ഉൾപ്പെടെ പേറ്റന്റുകൾ ഉണ്ടായിരിക്കാം, ഇത് അവർക്ക് വ്യത്യസ്തത സൃഷ്ടിക്കുന്ന ഘടകമായി പ്രവർത്തിക്കുന്നു. അതുപോലെ സാങ്കേതിക വിദ്യയും സ്പഷ്ടമായി തിരിച്ചറിയാവുന്ന മത്സരാധിഷ്ഠിത നേട്ടമായി പ്രവർത്തിക്കുന്നു. ടാൻജിബിൾ എന്നത് വ്യക്തമായി കാണാവുന്ന ഒന്നാണ്, ഉദാഹരണത്തിന് ചില നിർമ്മാണ മേഖലകളിൽ. ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഉത്പാദിപ്പിക്കുന്ന കമ്പനി ആയിരിക്കാം, അല്ലെങ്കിൽ ബി2സി ബിസിനസ്സുകളിൽ വിതരണ ശൃംഖല തന്നെ മത്സരാധിഷ്ഠിത നേട്ടമായി പ്രവർത്തിക്കുന്നു. ഇത് പുതുതായി പ്രവേശിക്കുന്നവർക്കും വെല്ലുവിളി ഉയർത്തുന്നവർക്കും മറികടക്കാൻ ബുദ്ധിമുട്ടാണ്. സ്വകാര്യ ബാങ്കുകളുടെയോ ബാങ്കിംഗ് മേഖലയുടെയോ കാര്യത്തിൽ മത്സരപരമായ മുൻതൂക്കം വ്യക്തമാക്കാൻ കുറച്ച് ഉദാഹരണങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഫണ്ടുകളുടെ വില ഒരു ബാങ്കിന് ഏറ്റവും വലിയ നേട്ടമാണ്, കാരണം അതാണ് റോ മെറ്റീരിയൽ തന്നെ വില കുറഞ്ഞതാണെങ്കിൽ അവർക്ക് കുറഞ്ഞ റിസ്ക് എടുക്കാനും അവരുടെ സ്പ്രെഡുകൾ നേടാനും കഴിയും, അതിനാൽ അവർക്ക് റിസ്ക് ഉള്ള വായ്പകളിൽ ഏർപ്പെടേണ്ടതില്ല. ഇവിടെയാണ് ഫണ്ടുകളുടെ ചെലവ് പ്രധാനമാകുന്നത്. ഉദാഹരണമായി ഐ.സി.ഐ.സി.ഐ ബാങ്കിനെ എടുത്താൽ, അതിന്റെ അനുകൂലമായ ഫണ്ടുകളുടെ ചെലവ് മൊത്തത്തിലുള്ള ചെലവുകൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു, അതേസമയം വളർച്ചയും ലാഭവും ഫലപ്രദമായി നിലനിർത്തുന്നു. വലതുവശത്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ മേഖലയിൽ ഈ കമ്പനിക്ക് ഏറ്റവും മികച്ച സ്ഥാനമാണുള്ളത്. ഇതിന് ആനുപാതികമായി വലിയ മാർക്കറ്റ് ഷെയറും അന്തിമ ഉപഭോക്താക്കളുമായി ശക്തമായ ബന്ധവും ഉണ്ട്. ഈ കമ്പനികളിൽ പലതും ബി2ബി ബിസിനസ് ടു ബിസിനസ് മോഡലിലാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ ശക്തമായ ഉപഭോക്തൃ ബന്ധങ്ങൾ, ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ, വലിയ ഉൽപ്പാദന ശേഷി എന്നിവ വിലകുറഞ്ഞ ഇറക്കുമതികളേക്കാൾ മത്സരാധിഷ്ഠിത നേട്ടം നൽകുന്നു. ഇത് ഈ വിഭാഗത്തിലെ പ്രധാന വെല്ലുവിളിയാണ്. കൂടുതൽ ഉദാഹരണങ്ങൾ നൽകാം, അതായത് റീറ്റെയിലിംഗിൽ ചെലവ് മാനേജ് ചെയ്യുന്നത് ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രമാണ്. റീറ്റെയിൽ മൂല്യവിഭാഗത്തിൽ വർഷം തോറും പ്രവർത്തന ചെലവ് കുറയ്ക്കുന്നതിൽ വ്യക്തമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കമ്പനിയെ നമുക്ക് കാണാം. ഇത് അവരെ മത്സരക്ഷമതയോടെ നിലനിർത്താനും വില ഉയർത്താതെ തന്നെ ഈ മേഖലയിലെ മറ്റ് പല എതിരാളികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മുൻതൂക്കം നേടാനും സഹായിക്കുന്നു. വിലനിർണ്ണയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം അവർ ചെലവിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നത്. ടെലികോം എന്നത് തീവ്രമായ മത്സരം കണ്ട മറ്റൊരു മേഖലയാണ്. എന്നിരുന്നാലും ശക്തമായ ഒരു ബ്രാൻഡ്, ഉറച്ച ഉപഭോക്തൃ ബന്ധങ്ങൾ, ശക്തമായ ഒരു ബാലൻസ് ഷീറ്റ് എന്നിവ വിലകൾ ഏതാണ്ട് പൂജ്യത്തിലേക്ക് താഴ്ന്ന 2016-17 വർഷങ്ങളിലെ വെല്ലുവിളി നിറഞ്ഞ അന്തരീക്ഷത്തെ മറികടക്കാൻ ഈ കമ്പനിയെ സഹായിച്ചു. അതിനുശേഷം നിരവധി എതിരാളികൾ വിപണിയിൽ നിന്ന് പുറത്തുപോയി, ടെലികോം ഓപ്പറേറ്റർമാരുടെ എണ്ണം 4 കുറച്ചു.
വ്യവസായം ഏകീകരണത്തിന് വിധേയമായി ബ്രാൻഡ് ശക്തി, ഉപഭോക്തൃ ബന്ധങ്ങൾ, ഒരു ഉറച്ച ബാലൻസ് ഷീറ്റ് എന്നിവയുടെ ശരിയായ സംയോജനത്തോടെ ഭാരതി വിപണി വിഹിതം നേടുന്നത് തുടർന്നു. ഞങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിന്നുള്ള ചില ഉദാഹരണങ്ങൾ ഇവയാണ്. വരുമാന വളർച്ചയിലായാലും ചെലവ് മാനേജ്മെന്റിലായാലും ലാഭത്തിലായാലും കമ്പനികളുടെ മത്സരാധിഷ്ഠിത നേട്ടങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അവരെ സഹായിച്ചിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധിച്ചു വായിക്കുക.